എല്ലാവർക്കും നമസ്കാരം. 10th കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 5th ചാപ്റ്റർ ആയ ഇലക്ട്രോ കെമിസ്ട്രി ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിയാക്ടിവിറ്റി സീരീസിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് കേട്ടോ. വീഡിയോസ് ഒക്കെ കാണുക, കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുക, അതുപോലെ നോട്ടുകളൊക്കെ എഴുതി ഷോർട്ട് നോട്ടായിട്ടൊക്കെ എഴുതി വെക്കുക കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഇലക്ട്രോലൈറ്റിക് സെല്ല്. അതായത് എന്താണ് വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ എന്ന് പറയും. നമ്മൾ ഗാൽവാനിക് സെല്ലിനെ കുറിച്ച് പഠിച്ചായിരുന്നു അല്ലേ? അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സെല്ലാണ് വൈദ്യുത വിശ്ലേഷണ സെല്ല് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് സെല്ല്. ഗാൽവാനിക് സെല്ലിന് എന്തായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്? നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് വഴി ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുക ചെയ്തത്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇലക്ട്രോലൈറ്റിക് സെല്ല് എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് കേട്ടോ, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് അവിടെ എന്താണ് നടക്കുന്നത്? കെമിക്കൽ റിയാക്ഷൻ കേട്ടോ, വൈദ്യോർജ്ജം ഉപയോഗപ്പെടുത്തി രാസമാറ്റം സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് എന്ന് പറയാം. കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയാം? വൈദ്യുത വിശ്ലേഷണ സെല്ല് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് സെല്ല് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? നമ്മൾ കണ്ടായിരുന്നു ഇലക്ട്രോകെമിക്കൽ സെൽസ് വിച്ച് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ത്രൂ കെമിക്കൽ ചേഞ്ചസ്. അതേതാണ്? ഗാൽവാനിക് സെല്ലാണ്. അതുപോലെ തന്നെ there are cells which utilize electric energy to bring about chemical changes. അതായത് വൈദ്യുതോർജ്ജം പ്രയോജനപ്പെടുത്തി രാസമാറ്റം സംഭവിക്കുന്ന സെല്ലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോലൈറ്റിക് സെല്ല് അല്ലെങ്കിൽ എന്താണ്? വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ. ക്ലിയർ ആയല്ലോ? അപ്പൊ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് അവിടെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ് ഇവിടെ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഒരു പ്ലാസ്റ്റിക് കപ്പ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരു പ്ലാസ്റ്റിക് കപ്പ് എടുക്കുക. എന്നിട്ട് നോക്കി, ഈ കപ്പിന്റെ അടിഭാഗത്ത് ഉണ്ട് 2 ഹോൾസ് ഉണ്ട്. ഇവിടെ അടിഭാഗത്ത് 2 ഹോൾസ് ഉണ്ടാക്കിയിട്ട് 2 റബ്ബറിന്റെ സ്റ്റോപ്പറുകൾ ഉണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് റബ്ബർ സ്റ്റോപ്പറുകൾ കേട്ടോ. 2 റബ്ബറിന്റെ സ്റ്റോപ്പറുകളോടെ ഘടിപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ റബ്ബർ സ്റ്റോപ്പറുകൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഗ്രാഫൈറ്റ് ഇലക്ട്രോഡുകൾ ഇലക്ട്രോഡ് തൊട്ടൊക്കെ റബ്ബർ സ്റ്റോപ്പറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? അറ്റാച്ച് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ കടത്തി വെക്കുക എന്ന് പറയാം. എന്നിട്ട് ആ ഇലക്ട്രോഡ് ഉണ്ടല്ലോ, ഇലക്ട്രോഡ് എവിടെ ഉണ്ട്? ഒരു 6 വോൾട്ടിന്റെ ബാറ്ററി കേട്ടോ. 6 വോൾട്ടിന്റെ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പോസിറ്റീവ് ഇതാണ്, ദെൻ നെഗറ്റീവ് ഇവിടെയാണ്. അപ്പം ഇത് പോസിറ്റീവ് ആണ്, ദെൻ ഇതെന്താണ്? നെഗറ്റീവ് ആണ്. മനസ്സിലായല്ലോ? അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്നിട്ട് എന്താണ്? ഈ കപ്പിന്റെ അകത്ത് ഇലക്ട്രോഡുകൾ മുങ്ങിയിരിക്കത്തക്ക രീതിയിലേക്ക് വെള്ളം എടുക്കണം. എന്താണ് നമ്മൾ എടുക്കുന്നത്? വാട്ടർ ആണ് കേട്ടോ എടുക്കുന്നത്. വെള്ളം എടുത്തു. ക്ലിയർ ആയല്ലോ? എന്നിട്ട് അതിലേക്ക് 2-3 ml ഡൈല്യൂട്ട് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് എടുക്കുക. ഡൈല്യൂട്ട് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ എന്തൊക്കെയാണ് എടുത്ത്? H2O വാട്ടർ എടുത്തു. പിന്നെ എന്താണ്? ഡൈല്യൂട്ട് H2SO4 അല്ലേ? ഡൈല്യൂട്ട് ആയിട്ടുള്ള കോൺസെൻട്രേറ്റഡ് അല്ലോട്ടോ, ഡൈല്യൂട്ട് ആയിട്ടുള്ള H2SO4 നമ്മൾ 2-3 ml അതിലേക്ക് ഒഴിച്ചു. ഇനി എന്താണ് ചെയ്യുന്നത് വെച്ചാൽ 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക കേട്ടോ. ഈ 2 ടെസ്റ്റ് ട്യൂബ് ഉപയോഗിച്ചിട്ട് എന്താണ്? ഈ റോഡ് ഇങ്ങനെ കമഴ്ത്തി ഇങ്ങനെ വെക്കുക. ക്ലിയർ ആയാലും ഇങ്ങനെ കമഴ്ത്തി വെക്കുക. ഇത്ര ഉള്ളു നമ്മുടെ അപ്പാരറ്റസ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുവാണ് കേട്ടോ. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് നേരം എന്നിട്ട് അനക്കാതെ വെച്ചിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുക. സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടല്ല ഇവിടെ കുറച്ച് ബബിൾസുകൾ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബബിൾസുകൾ അല്ലെങ്കിൽ 2 ഇലക്ട്രോഡിൻ്റെ അവിടെ ബബിൾസുകൾ ഇങ്ങനെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് സമയം നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്തതിന് ശേഷം ഈ ടെസ്റ്റ് ട്യൂബ് ഉണ്ടല്ലോ, ഈ ടെസ്റ്റ് ട്യൂബ് അവിടുന്ന് റിമൂവ് ചെയ്യുക. ടെസ്റ്റ് ട്യൂബ് മാറ്റുക. ടെസ്റ്റ് ട്യൂബ് മാറ്റി വെച്ച് എന്ത് ചെയ്യണം? നമ്മളൊരു കത്തിച്ച് ക്യാൻഡിൽ വല്ലതും ഈ ടെസ്റ്റ് ട്യൂബിന്റെ വായ് ഭാഗത്തേക്ക് കൊണ്ടുവരിക. അപ്പം ഒരു ടെസ്റ്റ് ട്യൂബിന്റെ ഭാഗത്തേക്ക് ഇപ്പൊ 2 ടെസ്റ്റ് ട്യൂബ് ഇങ്ങനെ എടുത്തു. എന്നിട്ട് അതിനെ ഇങ്ങനെ ടെസ്റ്റ് ട്യൂബ് ഇരിക്കുക. അതിന്റെ ഭാഗത്തേക്ക് നമ്മൾ മെഴുകുതിരി കത്തിച്ച മെഴുകുതിരി ഇങ്ങനെ കൊണ്ടുവരിക. അപ്പം മെഴുകുതിരി കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇതൊരു വലിയൊരു പോപ്പ് സൗണ്ടോട് കൂടി ഇത് ബേൺ ചെയ്യുന്നതായിട്ടാണ്. ഒരു പോപ്പ് സൗണ്ടോട് കൂടി ഒരെണ്ണത്തിന്റെ അകത്ത് മനസ്സിലാകുന്നുണ്ട്. ഒരെണ്ണത്തിന്റെ അകത്ത് ഒരു വലിയൊരു പോപ്പ് സൗണ്ടോട് കൂടി എന്താണ് അത് ഒന്നുകൂടെ ബേൺ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ക്ലിയർ ആയാലോ? മറ്റേതിൻ്റെ അടുത്തോട്ട് കൊടുന്നപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ ബേണിങ്ങിന്റെ ഇന്റൻസിറ്റി അവിടെ ഇൻക്രീസ് ചെയ്തു. ഇന്റൻസിറ്റി ഓഫ് ബേണിംഗ് എന്ന് പറയാം അങ്ങോട്ടെ. ഇന്റൻസിറ്റി ഓഫ് ബേണിംഗ്, അതിൽ കത്തുന്നതിൻ്റെ ഉണ്ടല്ലോ, ആ കത്തുന്നതിന്റെ ഇന്റൻസിറ്റി അവിടെ എന്തായിട്ട് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെയാണ് അവിടെ ഉണ്ടായത്. പോപ്പ് സൗണ്ടോട് കൂടി അത് കത്തുവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും ഉണ്ടാകുന്നത്? ഹൈഡ്രജൻ ഉണ്ടായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ? പോപ്പ് സൗണ്ടോട് കൂടി ആണെങ്കിൽ അവിടെ എന്തുണ്ടായി? ഹൈഡ്രജൻ ഉണ്ടായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ അതുപോലെ കൂടുതൽ ഇന്റൻസിറ്റിയോടുകൂടി കത്തുവാണെങ്കിൽ അത് എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്നത്? ഓക്സിജൻ, കത്താൻ സഹായിക്കുന്ന ഓക്സിജൻ അല്ലേ? അപ്പൊ കൂടുതലായിട്ട് ഇന്റൻസിറ്റിയോട് കത്തണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും ഉണ്ടായിരിക്കുന്നത്? ഓക്സിജൻ ആണ് ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അതായത് നമ്മളെന്താണ്? H2O ആണ്, വാട്ടർ ആണ് നമ്മളെടുത്ത്, വേറെ ഒന്നും അല്ല എടുത്തത്, വാട്ടർ ആണ് ഇല്ലേ? വാട്ടറിൽ എന്താണ് സംഭവിച്ചത്? വാട്ടർ അവിടെ വിഘടിച്ചു ഡീകമ്പോസ് ചെയ്തിട്ട് എന്തായിട്ട് മാറി? ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറി. മനസ്സിലാവുന്നല്ലോ? വാട്ടർ അവിടെ ഡീകമ്പോസിഷൻ സംഭവിച്ചത് ഹൈഡ്രജനും
ഓക്സിജനുമായിട്ടാണ് മാറിയത്. അപ്പൊ ആ ഡീകമ്പോസിഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്താണ് അയണൈസേഷൻ നടക്കുന്നുണ്ടല്ലോ, വാട്ടർ ആണല്ലോ, അപ്പം അയൺസ് ആവുന്നുണ്ടല്ലോ, H2 അതുപോലെ OH മൈനസ് അയണും ആവും. ആ അയണൈസേഷന്റെ റേറ്റ് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ അതിലേക്ക് എന്ത് ആഡ് ചെയ്യുന്നത്, സൾഫ്യൂരിക് ആസിഡ്, ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് എക്സ്പെരിമെന്റ്. ഓക്കെ ആണല്ലോ? അപ്പൊ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഈസ് ആഡഡ് ടു ഇൻക്രീസ് ദ അയണൈസേഷൻ ഓഫ് വാട്ടർ ആൻഡ് ദെയർബൈ ഇൻക്രീസ് ഇറ്റ്സ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അയണൈസേഷൻ, ജലമാണല്ലോ, H2 ആണല്ലോ, അത് അയണൈസ്ഡ് ആവും. അപ്പൊ അതിന്റെ റേറ്റ് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഡയലൂട്ട് ആയിട്ടുള്ള H2SO4 ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അതായത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, വൈദ്യുത ചാലകത ഇല്ല, അത് വർദ്ധിപ്പിക്കാനും വേണ്ടി കൂടിയാണ് നമ്മൾ H2SO4 അവിടെ ആഡ് ചെയ്യുന്നത്. ദെൻ നമുക്ക് കാണാൻ സാധിക്കും, you will observe bubbles forming on both the electrodes. After some time, remove the test tube carefully. Bring a burning candle to close to the mouth of the test tube and record the observations എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബേണിംഗ് ക്യാൻഡിൽസ് അതിന്റെ വായ്ഭാഗത്തേക്ക് കൊണ്ടിട്ട്, അപ്പൊ എന്താണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്, ഒരു ടെസ്റ്റ് ട്യൂബിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, പോപ്പ് സൗണ്ടോട് ബേൺ ചെയ്യുന്നു പറയാം ഇല്ലേ, നമുക്ക് എന്ത് പറയാം, ബേണിംഗ് ഇല്ല, ഒരു ടെസ്റ്റ് ട്യൂബിൽ ബേണിംഗ് വിത്ത് പോപ്പ് സൗണ്ട് എന്ന് പറയാം അല്ലേ, ബേണിംഗ് വിത്ത് പോപ്പ് സൗണ്ട് എന്ന് പറയാം. അതെന്തായിരിക്കാം, ബേണിംഗ് വിത്ത് പോപ്പ് സൗണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്നത്, ഹൈഡ്രജൻ ഇല്ലേ, ഹൈഡ്രജൻ ഗ്യാസ് അവിടെ ഉണ്ടായെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ മറ്റേതിൽ എങ്ങനെയാണ്, ഇന്റൻസിറ്റി അല്ലെങ്കിൽ മോർ ബ്രൈറ്റ്ലി എന്ന് പറയാം അല്ലേ, മോർ ബ്രൈറ്റ്ലി എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ബേണിംഗ് എന്ന് പറഞ്ഞു അല്ലേ, ഇന്റൻസിറ്റി ഓഫ് ബേണിംഗ് കേട്ടോ, ഇന്റൻസിറ്റി ഓഫ് ബേണിംഗ് എന്ത് സംഭവിച്ചു, ഇൻക്രീസ് ചെയ്തു. അതിന് കാരണം എന്താണ്, ഓക്സിജൻ ഇല്ലേ, ഓക്സിജൻ ഉണ്ടായത് കൊണ്ടാണ് ഇന്റൻസിറ്റി ഓഫ് ബേണിംഗ് ഇൻക്രീസ് ചെയ്ത്. ക്ലിയർ ആയല്ലോ? വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഈച്ച് ടെസ്റ്റ് ട്യൂബ് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്, ഏതൊക്കെ ഗ്യാസ് ആണ് അവിടെ ഉണ്ടായത്, ഓരോ ടെസ്റ്റ് ട്യൂബിൽ ഉണ്ടായ വാതകങ്ങൾ ഏതൊക്കെയാണ്, ഹൈഡ്രജൻ ഇല്ലേ, ഹൈഡ്രജൻ ഗ്യാസും അതുപോലെ തന്നെ ഓക്സിജനുമാണ് അവിടെ ഉണ്ടായത്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ, റിയാക്ഷന്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് സംഭവിച്ചിട്ടുണ്ട്, H2O ആയിരുന്നില്ലേ, H2O അവിടെ വിഘടിച്ചു, ഡീകമ്പോസ് ചെയ്ത് എന്തൊക്കെയായിട്ട് മാറുന്നുണ്ട്, ഹൈഡ്രജനും അതുപോലെ തന്നെ ഓക്സിജനും ആയിട്ട് മാറുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇക്വേഷൻ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇവിടെ ഓക്സിജൻ 2 ഉണ്ട്, അപ്പൊ നമുക്ക് ഇവിടെ ഒരു 2 കൊടുക്കണം, ഇതാ ഇവിടെ 2 കൊടുത്തു. ക്ലിയർ ആയല്ലോ? അപ്പം അവിടെ സംഭവിച്ചെന്താണ്, ജലം അവിടെ ഡീകമ്പോസ് ചെയ്തു ഇല്ല, ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആസിഡ് ചേർത്തപ്പോൾ എന്ത് സംഭവം, ആസിഡിഫൈഡ് വാട്ടർ ആയി ഇല്ല, ആസിഡ് ചേർത്ത ജലം എന്ന് പറഞ്ഞാൽ അസിഡിഫൈഡ് വാട്ടർ ആയി, അതെന്ത് സംഭവിക്കുന്നുണ്ട്, ഡികമ്പോസ് ഇൻറ്റു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ അല്ലേ. ആസിഡ് ചേർത്ത് കഴിയുമ്പോൾ ജലം അസിഡിഫൈഡ് നേച്ചർ ആയിട്ടുണ്ട്, അത് ഡീകമ്പോസ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്, ഓക്സിജനും ഹൈഡ്രജനും ഉണ്ടായി. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ഫ്രം ദ എക്സ്റ്റേണൽ ഇലക്ട്രിക്കൽ സോഴ്സ് ഇൻറ്റു ദ സൊല്യൂഷൻ ത്രൂ ദ ഇലക്ട്രോഡ്. അപ്പൊ ഈ പ്രവർത്തനത്തിന് കാരണമായത് ഏതാണ്, നമ്മളൊരു പുറമെ ഒരു ഇലക്ട്രിക്കൽ സോഴ്സ് കൊടുത്തിട്ടില്ലേ ഇല്ലേ, ഇലക്ട്രോഡ് വഴി ഇല്ലേ, ഇലക്ട്രോഡ് വഴി നമ്മൾ എന്താണ് ഒരു ഇലക്ട്രിക്കൽ സോഴ്സ് കൊടുത്തു. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ ഇലക്ട്രിക്കൽ സോഴ്സ് കൊടുത്തു, അതിന്റെ ആ പ്രോസസ്സിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഡയലൂട്ട് H2SO4 ആഡ് ചെയ്ത്. അപ്പം എക്സ്റ്റേണൽ ആയിട്ട് നമ്മളൊരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇലക്ട്രോഡ് വഴി ഒരു സപ്ലൈ കൊടുക്കുകയാണ് ചെയ്ത്, അപ്പൊ അതിന്റെ ഫലമായിട്ട് ഡീകമ്പോസിഷൻ ഇവിടെ സംഭവിച്ചു. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പം ഇലക്ട്രിസിറ്റി കടന്നുപോയി ഇല്ലേ, ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ രാസമാറ്റം അവിടെ സംഭവിച്ചു, കെമിക്കൽ റിയാക്ഷൻ അല്ല സംഭവിച്ചത്, ഇതിലൂടെ ഇലക്ട്രിസിറ്റി കടന്നുപോയി. അപ്പൊ വാട്ടറിന് എന്ത് സംഭവിച്ചു, വാട്ടറിന് അവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നു. ക്ലിയർ ആയല്ലോ? അപ്പം അങ്ങനെ കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാട്ടറിനെ നമുക്ക് എന്ത് പറയാം, അങ്ങനെ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന ആ പദാർത്ഥങ്ങളെ നമ്മളൊരു പേര് പറയും, ഇലക്ട്രോലൈറ്റ് എന്ന് പറയും കേട്ടോ, ഇലക്ട്രോലൈറ്റ്. അപ്പം വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ് ആണ്. ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ അതിന് കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പദാർത്ഥത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയും. കണ്ടോ, ഇലക്ട്രോലൈറ്റ്സ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് അണ്ടർഗോ കെമിക്കൽ ചേഞ്ചസ് വെൻ ഇലക്ട്രിസിറ്റി പാസസ് ത്രൂ ദം. ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിയുമ്പോൾ കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയാം. ആ ജലമല്ലേ, ജലത്തിന് കെമിക്കൽ രാസമാറ്റം സംഭവിച്ചില്ലേ, കെമിക്കൽ ചേഞ്ച് ഉണ്ടായല്ലേ, അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയാം, ഇലക്ട്രോലൈറ്റ് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അവിടെ കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രോലൈറ്റ്സ് ആർ സബ്സ്റ്റൻസ് കേട്ടോ, ഇലക്ട്രോലൈറ്റ്സ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ എ അക്വ സൊല്യൂഷൻ ആൻഡ് അണ്ടർഗോ കെമിക്കൽ ചേഞ്ചസ്. ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് ആണ്, പദാർത്ഥങ്ങളാണ്. അതെങ്ങനെയാണ്, കണ്ടക്ട് ഇലക്ട്രിസിറ്റി, അതായത് കണ്ടക്ട് ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നുണ്ട് കേട്ടോ. കണ്ടക്ട് ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നുണ്ട്. അത് ഏതൊക്കെ സ്റ്റേറ്റിലാണ്, മോൾട്ടൺ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഉരുകിയ അവസ്ഥയിലോ അല്ലെങ്കിൽ അക്വ സൊല്യൂഷനോ, അക്വ സൊല്യൂഷൻ എന്ന് വെച്ചാൽ
ജലീയ ലായനി എന്ന് പറയാം. അതായത് വെള്ളത്തിൽ കലർത്തുവാണെങ്കിലോ അല്ലെങ്കിൽ അതിന് ഏതൊരു പദാർത്ഥം, ഇപ്പൊ സോഡിയം ക്ലോറൈഡ് ആണെന്ന് വിചാരിച്ചു, സോഡിയം ക്ലോറൈഡിനെ നമ്മൾ വെള്ളത്തിൽ കലർത്തുമ്പോൾ എന്താണ്, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനായി ഇല്ല, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനായി. ഈ സോഡിയം ക്ലോറൈഡിനെ നമ്മൾ ഉരുക്കുക, മോൾട്ട്, അതായത് വെള്ളം ഒഴിക്കാതെ നമ്മൾ ഉരുക്കുവാണെങ്കിൽ അത് മോൾട്ടൺ സ്റ്റേറ്റ് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അതെന്താണ്, അത് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടും. അപ്പം പ്യൂർ ആയിട്ട് നമ്മൾ സോഡിയം ക്ലോറൈഡ് പ്യൂർ ആയിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ, സോളിഡ് സ്റ്റേറ്റ് ഇരിക്കുവാണെങ്കിൽ അത് കണ്ടക്റ്റീവ് അല്ല. നമ്മൾ വീടുകളിൽ എടുക്കുന്നില്ലേ സോഡിയം ക്ലോറൈഡ്, അത് കണ്ടക്റ്റീവ് ആണോ? അല്ല. അത് ലയിപ്പിക്കുവാണെന്നുണ്ടെങ്കിൽ, വെള്ളത്തിൽ ലയിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് ഉരുക്കുകയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അതിന് വരും. മനസ്സിലാവുന്നല്ലോ. അപ്പൊ അങ്ങനെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയാം. അതായത് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോലൈറ്റ് ആണ്. അല്ലെങ്കിൽ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതും ഒരു ഇലക്ട്രോലൈറ്റ് ആണ്. ക്ലിയർ ആയല്ലോ. അപ്പം ഇലക്ട്രോലൈറ്റ്സ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ ഏതൊക്കെ സ്റ്റേറ്റിലാണ്, മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ അക്വസ് സൊല്യൂഷൻ ആൻഡ് അണ്ടർഗോ കെമിക്കൽ ചേഞ്ചസ്. ക്ലിയർ ആയാലും അങ്ങനെ അത് രാസമാറ്റത്തിന് വിധേയമാവുന്നുണ്ട്. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം, ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയാം. ക്ലിയർ ആയാലോ. ഇനി ഇങ്ങനെ ഇലക്ട്രിസിറ്റി നമ്മൾ കടത്തിവിട്ടു ഇല്ല, അപ്പൊ ഇലക്ട്രിസിറ്റി കടത്തിവിട്ടു, അപ്പം ഇലക്ട്രോലൈറ്റിന് എന്ത് സംഭവിച്ചിട്ടുണ്ട്, രാസമാറ്റത്തിന് വിധേയമായി ഇല്ല, ജലയുടെ രാസമാറ്റത്തിന് വിധേയമായില്ലേ. അപ്പൊ അങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാസമാറ്റത്തിന് വിധേയമാവുന്ന ആ പ്രക്രിയ അല്ലെങ്കിൽ പ്രവർത്തനത്തിനെ നമ്മൾ എന്ത് പറയും, ഇലക്ട്രോളിസിസ് എന്ന് പറയും കേട്ടോ. ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ എന്താണ്, വൈദ്യുത വിശ്ലേഷണം എന്ന് പറയും. അപ്പൊ നമ്മളൊരു സപ്പോസ് ഇങ്ങനെ സോഡിയം ക്ലോറൈഡ് എടുത്തു, അതിനെ നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ചു, അതെന്താണ്, ഇലക്ട്രോലൈറ്റ് ആയി. ആ ഇലക്ട്രോലൈറ്റിൽ എന്താണ്, കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട് ഇല്ലേ, അത് കണ്ടക്റ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പം ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ എന്താണ്, കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയും. ഇലക്ട്രോളിസിസ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ആൻ ഇലക്ട്രോലൈറ്റ് അണ്ടർഗോസ് കെമിക്കൽ ചേഞ്ചസ് വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ഇറ്റ്. ഒരു ഇലക്ട്രോലൈറ്റിൽ കൂടെ കേട്ടോ, ഇലക്ട്രോലൈറ്റിൽ കൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് വിടുമ്പോൾ അവിടെ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ എന്താണ്, വൈദ്യുത വിശ്ലേഷണം. ഓക്കെ ആണല്ലോ. അപ്പൊ ദാറ്റ് ഈസ് എ ഇലക്ട്രോലൈറ്റിക് സെല്ല്. അപ്പൊ ഇലക്ട്രോലൈറ്റിക് സെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇലക്ട്രിസിറ്റി നമ്മൾ കൊടുത്തു, ഇലക്ട്രിസിറ്റി കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്, അത് കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന ആ പദാർത്ഥത്തെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയും. ആൻഡ് ദ പ്രോസസ് ഇല്ലേ, ആ പദാർത്ഥത്തെ പറയുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ പ്രോസസ് ഈസ് നോൺ ആസ് ദ ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയും. മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നോക്കുക. അത് അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ എന്താണ്, ഇലക്ട്രോലൈറ്റിക് പ്രോസസ്സിനെ കാണിച്ചിരിക്കുന്ന ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് നോക്കി ഈ ചിത്രത്തിൽ തന്നെ കാണാൻ നമുക്ക് സാധിക്കും. ഇപ്പം സൊല്യൂഷനിലായിരിക്കുമ്പോൾ, സൊല്യൂഷൻ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഒരു പദാർത്ഥം, സോഡിയം ക്ലോറിൻ്റെ കേസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് സൊല്യൂഷനിലായിരിക്കും അല്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഉരുകിയ സ്റ്റേറ്റിലോ ആയിരിക്കും. അത് എങ്ങനെയായിരിക്കും, അത് അയോൺസുകൾ എങ്ങനെയാണ്, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുമല്ലോ. അപ്പൊ നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഇരിക്കുമ്പോൾ അയോൺസ് എന്തായിരിക്കും, അത് ഒരു പാക്ക് ആയിട്ടിരിക്കുമല്ലേ ചെയ്യുന്നു, ഒരു കോമ്പൗണ്ട് ആയിട്ടിരിക്കുക. അതിന് നമ്മൾ സൊല്യൂഷനിലേക്ക് ആക്കുമ്പോഴാണ് അയൺസ് ആയിട്ട് ലിബറേറ്റ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് അത് മൂവ് ചെയ്യും. അങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനോട് കണ്ടക്ടിവിറ്റി വരുന്നതിന്റെ കാരണം. അല്ല, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. ഇപ്പം സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ എടുത്തു, അതൊരു കോമ്പൗണ്ട് ആയിട്ടിരിക്കുകയാണ്, അത് ക്ലോസ്ലി പാക്ഡ് ആയിട്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ സൊല്യൂഷൻ ആയിട്ട് മാറി. അപ്പൊ എന്ത് സംഭവിക്കും, അവിടെ അയൺസ് ആയിട്ട് മാറും ഇല്ല, സോഡിയം ക്ലോറൈഡ് അവിടെ അയൺസ് ആയിട്ട് മാറുന്നുണ്ട്. അയൺസ് എന്താണ് അവിടെ, അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. അപ്പൊ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ അതിന് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അതിന് വരുന്നത്. ക്ലിയർ ആയാലോ. എഴുതിയിട്ടുണ്ട് കേട്ടോ. അയൺസ് ആർ ഫ്രീ ടു മൂവ് ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ് ഓർ ഇൻ aqueous solution of an electrolyte. These ions are responsible for the electrical conductivity in the electrolyte. ഇലക്ട്രോലൈറ്റിന് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൊടുക്കുന്ന ആരാണ്, അയോൺസ് ആണ്. അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുമ്പോഴാണ് അതിന് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വരുന്നത്. ഇനി ഈ ഇലക്ട്രോലൈറ്റിക് സെല്ല് നമ്മൾ കണ്ടു, അതുപോലെ തന്നെ ഗാൽവാനിക് സെല്ല് നമ്മൾ കണ്ടായിരുന്നു. ഈ ഗാൽവാനിക് സെല്ലും ഇലക്ട്രോലൈറ്റിക് സെല്ലും തമ്മിലുള്ള പ്രധാന ഒരു വ്യത്യാസം പറഞ്ഞാൽ കാഥോഡും ആനോഡിന്റെ ആ ചാർജസിന്റെ ഇത് കണ്ടിട്ടാണ്. നമ്മൾ ഗാൽവാനിക് സെല്ല് പഠിച്ചില്ല. ഗാൽവാനിക് സെല്ലിന്റെ കേസിൽ നമ്മൾ കണ്ടായിരുന്നു ആനോഡിന് നെഗറ്റീവ് ചാർജ്, നമ്മൾ ഓക്സിഡേഷനൊക്കെ സംഭവിക്കുന്നു പറഞ്ഞു. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ആനോഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ആനോഡിന് പോസിറ്റീവ് ചാർജ് ആണ് വരുന്നത്. കണ്ടില്ല, ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ് വരുന്നത് ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ വരുമ്പോൾ. നോക്കാമേ,
അവിടെ എഴുതിയിട്ടുണ്ട് ആസിഡ്സ് കേട്ടോ. ആസിഡ്സ് നമുക്കറിയാം HCl, H2SO4, HNO3. അതുപോലെ തന്നെ ആൽക്കലീസ്, അതിലെല്ലാം അതുകൊണ്ട് ഫ്രീ അയൺസ് ഉണ്ട് അല്ലേ. അതിന്റെ അക്വ സൊല്യൂഷൻ ആകുമ്പോൾ അതിലെന്താണ് ഫ്രീ അയൺസ് ഉണ്ട്. ആസിഡ്സ് ആകുമ്പോൾ HCl അത് സൊല്യൂഷൻ ആകുമ്പോൾ ഹൈഡ്രജൻ അയണും ക്ലോറൈഡ് അയണും ആയിട്ട് മാറും അല്ലേ. അപ്പോൾ അതുപോലെ H2SO4 ആണെങ്കിൽ ഹൈഡ്രജൻ അയണും അതുപോലെ തന്നെ സൾഫേറ്റ് അയണായിട്ട് മാറും, അത് സൊല്യൂഷൻ ആയിട്ട് മാറും. അതുപോലെ തന്നെ ആൽക്കലീസ് ഇല്ല, ആൽക്കലീസ് പറയുമ്പോൾ KOH, NaOH. KOH എന്ന് പറഞ്ഞാൽ തന്നെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, ഇതിലൊക്കെ എന്താണ് സൊല്യൂഷൻ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, അത് സ്വതന്ത്രമായിട്ടുള്ള അയോൺസുകളുണ്ട്. അതുപോലെ തന്നെ സോൾട്ട്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ഇങ്ങനെയൊക്കെ അതിനെയൊക്കെ നമ്മൾ സൊല്യൂഷൻ ആക്കുമ്പോൾ എന്താണ് ഫ്രീ അയൺസ് ഉണ്ട് കേട്ടോ, ഫ്രീ അയൺസ് ഉണ്ട്. ഞാൻ നോക്കിയാൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്, സോഡിയം ക്ലോറൈഡ് ഡിസോസിയേറ്റഡ് ഇൻറ്റു സോഡിയം അയൺ ആൻഡ് ക്ലോറൈഡ് അയൺ അല്ലേ. സോഡിയം ക്ലോറൈഡ് അങ്ങനെയല്ല, ഡിസോസിയേറ്റ് ചെയ്യും. ഇങ്ങനെ സോഡിയം അയണും ക്ലോറൈഡ് അയണായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട് ഇല്ല. അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. ഉരുകിയ അവസ്ഥ അല്ലേ, സോഡിയം ക്ലോറൈഡ് ഉരുകുകയോ അല്ലെങ്കിൽ സൊല്യൂഷനൊക്കെ ആക്കുമ്പോൾ അത് വിഘടിച്ച് സോഡിയം അയണും എന്താണ് ക്ലോറൈഡ് അയണുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോഡ് അവിടെ കണ്ട 2 ഇലക്ട്രോഡ് വെച്ചിട്ടുണ്ട്. ഇലക്ട്രോഡ്സ് എന്ന് വെച്ചാൽ കണ്ടക്ടേഴ്സ് ആണ് അല്ലേ. അതിന് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, ഇലക്ട്രിസിറ്റി എൻ്റർ ചെയ്യാനും അല്ലെങ്കിൽ എന്താണ് ആ ഇലക്ട്രോലൈറ്റിലേക്ക് ഇലക്ട്രിസിറ്റി വരാൻ വേണ്ടിയില്ല. ഇവിടെ ബാറ്ററി വെച്ചിട്ടുണ്ട്, ആ ബാറ്ററിയിൽ കൂടെ ഇലക്ട്രിസിറ്റി വരാൻ, അതുപോലെ തന്നെ തിരിച്ചും ഇലക്ട്രിസിറ്റിയെ കടത്തിവിടണം. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഇലക്ട്രോഡ്സ് ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇലക്ട്രോളിസിസ് നടക്കാൻ നേരത്ത് ഓർത്തോളോട്ട് മനസ്സിലാക്കുക, ഇലക്ട്രോളിസിസ് നടക്കാൻ നേരത്ത് അതായത് വൈദ്യുതി വിശ്ലേഷണ വേളയിൽ ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുന്നത് ആനോഡാണ്. അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുന്ന ഏതാണ്, കാഥോഡാണ് ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ. ക്ലിയർ ആയല്ലോ പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ഓർത്താണ്. നമ്മൾ ഗാൽവാനിക് സെല്ലിൽ തിരിച്ചാണ് പഠിച്ചത്. അത് ഇവിടെ ഇലക്ട്രോലൈറ്റ് സെല്ലിൻ്റെ കേസിൽ പ്രത്യേകമായിട്ട് ഓർത്തോണം. എന്താണ് ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുന്നതിന് നമ്മൾ ആനോഡ് എന്നാണ് പറയുന്നത്, നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുന്നതിന് നമ്മൾ കാഥോഡ് എന്നുമാണ് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു പ്രത്യേക കാര്യമാണ്, ഈ ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ, വൈദ്യുതി വിശ്ലേഷണം നടക്കുമ്പോൾ, ഇലക്ട്രോഡ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ഈസ് കോൾഡ് ആനോഡ്. പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ ആനോഡ് എന്നാണ് പറയുന്നത് ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ. ആൻഡ് ഇലക്ട്രോഡ് കണക്ട് ചെയ്ത് നെഗറ്റീവ് ടെർമിനൽ ഈസ് കോൾഡ് കാഥോഡ്. നെഗറ്റീവ് ടെർമിനൽ നമ്മൾ കാഥോഡ് എന്നുമാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിലാണ്. അപ്പോൾ ഓർത്തിരിക്കുക, റിഡക്ഷൻ എങ്ങനെയാണ്, കാഥോഡിൽ എന്താണ് സംഭവിക്കുന്നത്, കാഥോഡിൽ റിഡക്ഷൻ ആണ്. ആനോഡിൽ എന്താണ് ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. മനസ്സിലായല്ലോ. നമ്മൾ ഗാൽവാനിക് സെല്ലിന്റെ കേസിലും അങ്ങനെ തന്നെയല്ലേ നടക്കുന്നത്. ആനോഡിൽ എന്താണ് നടക്കുന്നത്, ആനോഡിൽ ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. നമ്മൾ ഗാൽവാനിക് സെല്ലിന്റെ കേസിൽ ഇതുപോലെ ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആനോഡിൽ തന്നെയാണ് ഇല്ല. ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആനോഡിലാണ്, റിഡക്ഷൻ സംഭവിക്കുന്നത് കാഥോഡിലാണ്. ഗാൽവാനിക് സെല്ലിനും അങ്ങനെ തന്നെയാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ, പക്ഷേ പൊളാരിറ്റി അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് പ്രധാനമായിട്ടുള്ള ഒരു വ്യത്യാസം. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അത് അവിടെ എഴുതിയിട്ടുണ്ട്. ഇൻ ആൻ ഇലക്ട്രോലൈറ്റിക് സെല്ല് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് ഇൻ അറ്റ് ദ ആനോഡ്. ഓക്സിഡേഷൻ ആനോഡിലാണ് നടക്കുന്നത്, വിച്ച് ഈസ് എ പോസിറ്റീവ് ഇലക്ട്രോഡ്. റിഡക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ കാഥോഡ്, വിച്ച് ഈസ് ദ നെഗറ്റീവ് ഇലക്ട്രോഡ്. അതായത് ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ഓർക്കോട്ടെ, ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിലാണ്. അതെന്താണ് പോസിറ്റീവ് ടെർമിനലാണ്. അതുപോലെ തന്നെ റിഡക്ഷൻ സംഭവിക്കുന്നത് എവിടെയാണ്, കാഥോഡിലാണ് ഇല്ല. അത് നെഗറ്റീവ് ആണെന്ന് ഓർത്തിരിക്കുക ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ കേസിൽ. ഇനി ഗാൽവാനിക് സെല്ലിന്റെ കേസിൽ വരുമ്പോൾ ആനോഡിൽ എന്താണ് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ തന്നെയാണ് സംഭവിക്കുന്നത്. ആനോഡിൽ ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. ഇപ്പൊ ഗാൽവാനിക് സെല്ലിൽ ഞാൻ G വെച്ച് എഴുതുക. ഗാൽവാനിക് സെല്ലിനാണെങ്കിലും ആനോഡിൽ ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആനോഡിൽ തന്നെയാണ്. പക്ഷെ അതെങ്ങനെയാണ്, നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്, നെഗറ്റീവായിട്ട് എടുക്കുന്നു ഉണ്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇലക്ട്രോലൈറ്റ് സെല്ലിലാണെങ്കിലും ഗാൽവാനിക് സെല്ലിലാണെങ്കിലും ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആനോഡിലാണ്. പക്ഷെ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ എന്താണ്, ആനോഡ് എന്ന് പറഞ്ഞ പോസിറ്റീവാണ്. അത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കാഥോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഗാൽവാനിക് സെല്ലിൽ വരുമ്പോൾ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് എവിടെയാണ്, ആനോഡിൽ തന്നെയാണ് ഇല്ല. ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ആനോഡിൽ തന്നെയാണ്. പക്ഷെ ആനോഡ് എന്ന് പറയുന്നത് അവിടെ നെഗറ്റീവ് ഇലക്ട്രോഡ് ആണെന്ന് ഓർത്തിരിക്കുക. ല്ലോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരുന്ന വെച്ചാൽ അതാ ഇങ്ങനെ ഒരു EOAP എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫോർമാറ്റിൽ, അല്ലെങ്കിൽ ജനറലി എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ ഈ ലോൺ എന്ന് പറഞ്ഞ ഒരു രീതിയിലായിരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കുന്നത്. ലോൺ
അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളുകളിൽ എന്തെങ്കിലും കോഡ് വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ എഴുതുക. അങ്ങനെ എന്തെങ്കിലും കോഡ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പം ഈ ഒരു നൊട്ടേഷൻ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ എന്ന് വെച്ചാൽ ഇലക്ട്രോലൈറ്റിക് സെല്ലാണ്, ഓക്സിഡേഷൻ നടക്കുന്ന ആനോഡിലാണ്, അത് പോസിറ്റീവാണ്. ദെൻ ഗാൽവാനിക് സെല്ലിൽ ഓക്സിഡേഷൻ നടക്കുന്ന ആനോഡിൽ, ഗാൽവാനിക് സെല്ലിൽ എന്താണ് ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആനോഡാണ്, പക്ഷേ അതിൻ്റെ പൊളാരിറ്റി മാത്രം ചേഞ്ച് ചെയ്യുന്നതുള്ളൂ. അപ്പം ആനോഡ് എന്തായിട്ട് എടുക്കുന്നുണ്ട്, നെഗറ്റീവായിട്ടും എടുക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പം ദാറ്റ് ഈസ് എ ഇലക്ട്രോലൈറ്റിക് സെല്ല്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇലക്ട്രോലൈറ്റിക് സെൽ എന്താണെന്നുള്ളത്, ഓർത്തിരിക്കുക. ഇലക്ട്രിക് എനർജി ഉപയോഗിച്ച് കെമിക്കൽ ചേഞ്ചസ് നടത്തുവാണ് ചെയ്യുന്നത്. അപ്പോൾ കെമിക്കൽ ചേഞ്ച് നടത്തുന്ന ആ പദാർത്ഥത്തെ നമ്മൾ എന്ത് പറയും, ഇലക്ട്രോലൈറ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ആണ്. അവിടെ ഇലക്ട്രോലൈറ്റിന് എന്താണ്, കണ്ടക്ടിവിറ്റി വരും. കണ്ടക്ടിവിറ്റി വരാൻ കാരണം എന്താണ്, ഫ്രീ അയൺസ്. അത് മോൾട്ടൺ സ്റ്റൈലിലോ അല്ലെങ്കിൽ അക്വ സ്റ്റൈലിലോ ആകുമ്പോൾ ഫ്രീ അയൺസ് ഉണ്ട്, അതാണ് അവിടുത്തെ കണ്ടക്ടിവിറ്റി കാരണം. അങ്ങനെ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. മോൾട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉരുകിയ, ഞാൻ പറഞ്ഞല്ലോ ഉരുകിയ അവസ്ഥയിൽ, അതായത് ഉരുകിയ സോഡിയം ക്ലോറൈഡിന്റെ ഇലക്ട്രോളിസിസ് എങ്ങനെയാണ്, വൈദ്യുത വിശ്ലേഷണം എങ്ങനെയാണെന്ന് നോക്കാം. സോഡിയം ക്ലോറൈഡിനെ നമുക്ക് ഉരുക്കാം, ഇല്ലേ, വെള്ളം ചേർക്കാതെ ഉരുക്കാം. അതുപോലെ തന്നെ വെള്ളം ചേർത്ത് നമുക്ക് സൊല്യൂഷൻ നോക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് നോക്കാം ഉരുക്കിയ സോഡിയം ക്ലോറൈഡിലെ ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളത്. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു, സോളിഡ് സ്റ്റേറ്റിലായിരിക്കുമ്പോൾ സോഡിയം ക്ലോറൈഡ് സോളിഡ് സ്റ്റേറ്റിലായിരിക്കുമ്പോൾ അത് കണ്ടക്റ്റീവ് ആണോ? അല്ല, കണ്ടക്ടിവിറ്റി അതിനുണ്ടായിരിക്കുന്നില്ല. അത് എന്താണ്, കണ്ടക്ടിവിറ്റി ഉണ്ടാകുന്നില്ലാത്തതിൻ്റെ കാരണം എന്താണ്, അത് എന്താണ്, മൂവ് ചെയ്യാൻ സാധിക്കല്ലോ. സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ്, ഇടുങ്ങിയല്ലേ ഇരിക്കും. ഇപ്പോൾ NaCl ഇങ്ങനെ സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കും, അത് എന്താണ്, അതെല്ലാം ഇങ്ങനെ ഇടുങ്ങിയായിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ വൈബ്രേഷൻ ചെയ്യുന്നല്ലോ, അത് മൂവ് ചെയ്യുന്നില്ല. മനസ്സിലാവുന്നില്ല? അപ്പോൾ ഉരുകി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, മൂവ് ചെയ്യും, ചലിക്കാൻ സാധിക്കും. ക്ലിയർ? അപ്പം ചലിക്കുമ്പോഴാണ് കണ്ടക്ടിവിറ്റി വരുന്നത്, നമ്മൾ കണ്ടായിരുന്നു. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇൻ ദ സോളിഡ് സ്റ്റേറ്റ് സോഡിയം ക്ലോറൈഡ് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. റീസൺ എന്താണ്, ഇതൊക്കെ പഠിക്കുക കേട്ടോ. എന്താണ്, ദോ ദ അയൺസ് ക്യാൻ വൈബ്രേറ്റ് അബൌട്ട് ദെയർ ഫിക്സഡ് പൊസിഷൻസ് ദേ ആർ നോട്ട് ഫ്രീ ടു മൂവ്. അതിന് ഫ്രീ ചെയ്യാൻ സാധിക്കുന്നത് ഫിക്സഡ് പൊസിഷനിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്യത്തുള്ളൂ. ഹൗവർ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ബിക്കോസ് ഇറ്റ്സ് അയൺസ് മൂവ് ഫ്രീലി. മനസ്സിലാവുന്നത്? ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കുമ്പോൾ. ആ റെപ്രസെൻറ്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കുന്ന അല്ലെങ്കിൽ ഉരുകിയ അവസ്ഥയിലായിരിക്കുന്ന സോഡിയം ക്ലോറൈഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു ചിത്രം കൊടുത്തിരിക്കുന്നുണ്ടോ, സോഡിയം ക്ലോറൈഡ് ഉരുകിയ ഒരു അവസ്ഥയിലിരിക്കുകയാണ്. 2 ഇലക്ട്രോഡ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് ആണ്, ഇതാ നോക്കുക, ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ക്ലിയർ ആയാലോ? പിന്നെ എന്താണ്, ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അത് അമീറ്റർ കറണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ വോൾട്ട്മീറ്റർ എന്താണ്, വോൾട്ടേജ് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. അതെങ്ങനെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സോഡിയം ക്ലോറൈഡ്, ഇതിൻ്റെ അകത്ത് സോഡിയം ക്ലോറൈഡ് ആണ് കേട്ടോ. സോഡിയം ക്ലോറൈഡിന്റെ മോൾട്ടൺ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. 2 ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് ഇവിടെ വെച്ചിരിക്കുന്നു കേട്ടോ. 2 ഗ്രാഫൈറ്റിന് ഇലക്ട്രോഡ് വെച്ച് അതൊരു എന്താണ്, ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത്, നെഗറ്റീവ് പോസിറ്റീവ് ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ബാറ്ററി ആയിട്ട് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പം ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. സിമ്പിളായിട്ട് ഞാൻ ജസ്റ്റ് റഫായിട്ടൊന്ന് വരച്ചുന്നുണ്ട്. അതേ ഫിഗർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് ഇവിടെ എന്താണ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഗ്രാഫൈറ്റ് ഇലക്ട്രോഡിനെ നമ്മളൊരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നേരം നോക്കി ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നോക്കി, ഇവിടെ എന്താണ് സംഭവിച്ചത്, ഈ ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് ഇവിടെ എന്താണ്, ചെറിയൊരു ഗ്രീനിഷ് കളറിലുള്ള ചെറിയ എന്തോ ഒരു സംഭവം അല്ലേ, എന്താണ്, ഒരു ഗ്യാസ്, ഒരു ബബിൾസ് പോലെ ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഈ ഒരു ഇതിലേക്ക്, അതായത് ഗ്രാഫൈറ്റ് ഇലക്ട്രോഡിലേക്ക് അല്ലേ. ഇതിന് കാരണം എന്താണ്, പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡല്ലേ, ദിസ് ഈസ് ആനോഡ്, നമ്മൾ കണ്ടു, ഇത് ആനോഡാണ്, ഇതേതാണ് കാഥോഡാണ്, നെഗറ്റീവ് കാഥോഡാണ്, പോസിറ്റീവ് ആനോഡാണ്. അതാ സോഡിയം ക്ലോറൈഡ് മോൾട്ടൺ സ്റ്റേറ്റിൽ ഇരിക്കുക ചെയ്യുന്നത്. സോഡിയം ഉണ്ട്, സോഡിയം അയണും ഉണ്ട്, ക്ലോറൈഡ് അയണും ഉണ്ട്. ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനം എന്താണ്, എന്താ നോക്കി ഞാൻ കാണാമല്ലോ, ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു ഗ്രീനിഷ് കളറിൽ ഒരു ബബിൾസ് പോലെ വരുന്നുണ്ട് ഇല്ലേ, ഒരു ചെറിയൊരു ഫോം പോലെ വരുന്നുണ്ട്. അതെവിടെയാണ്, ആനോഡിലേക്കാണ്. ഈ Cl- അയൺസ് അവിടെ എന്താണ്, അവിടെ ഓക്സിഡേഷൻ സംഭവിക്കും. Cl- അയൺസോടെ ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് അത് ക്ലോറിൻ ഗ്യാസ് ആയിട്ട് മാറുവാണ് ചെയ്യുന്നത്. ക്ലോറിൻ ഗ്യാസിനൊരു ചെറിയൊരു എന്താണ്, പച്ച നിറമാണ് വരുന്നത് കേട്ടോ. അതാണ് ഇവിടെ ക്ലോറിൻ ഗ്യാസ് ആയിട്ട് അവിടെ ലിബറേറ്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ക്ലോറിൻ ഗ്യാസ് അവിടെ ലിബറേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. മനസ്സിലായി, സ്വതന്ത്രമാക്കപ്പെടുകയാണ് ചെയ്യുന്നത് നമുക്ക് പറയാം. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ എന്താണ്, ദാ ഇവിടെ ഈ കാഥോഡിലേക്ക് ഒരു എന്താണ്, ഒരു സിൽവർ കളറിൽ ഇവിടെ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതെന്താണ്, സോഡിയമാണ്.
സോഡിയം കണ്ടില്ലേ, മോൾട്ടൺ സ്റ്റേറ്റ് ഇരിക്കല്ലേ, അപ്പോൾ സോഡിയം ഇവിടെ ഒരു സിൽവർ കളറിലേക്ക് എന്താണ് ഈ കാഥോഡിൽ ഇവിടെ രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ. അപ്പം Cl- എങ്ങോട്ട് പോയിട്ടുണ്ട്, ഇങ്ങോട്ട് അതെന്താണ് ഓക്സിഡേഷൻ സംഭവിച്ചത് ക്ലോറിൻ ഗ്യാസ് ആയിട്ട് അവിടെ മാറും. അതുപോലെ അതിവിടെ അറ്റാച്ച് ചെയ്തിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഇവിടെ എന്താണ് സോഡിയം ഒരു സോഡിയം മെറ്റൽ കേട്ടോ, സോഡിയം മെറ്റൽ എന്ന് പറയുമ്പോൾ ഒരു സിൽവർ ഫോമിലാണ്, അതിവിടെ എന്താണ് ഇങ്ങോട്ട് എന്താണ് ജോയിൻ ചെയ്തിരിക്കും. മനസ്സിലായല്ലോ, ആ ഒരു രൂപത്തിലാണ് കാണപ്പെടുന്നത്. അവിടെ എഴുതിയിട്ടുണ്ടോ, വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ദം ദ ഫോളോയിങ് ഒബ്സർവേഷൻസ് ക്യാൻ ബി മെയ്ഡ്. ഇതൊക്കെ കാണാൻ സാധിക്കും. ക്ലോറിൻ ഗ്യാസ് ഹാവിങ് എ പെയിൽ ഗ്രീൻ കളർ, ഇളം പച്ച നിറത്തിൽ ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റഡ് അറ്റ് ദ ആനോഡ്, അതായത് ഇളം പച്ച നിറത്തിലുള്ള ക്ലോറിൻ വാതകം ആനോഡിൽ അവിടെ സ്വതന്ത്രമാക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സിൽവറി മോൾട്ടൺ സോഡിയം മെറ്റൽ ഈസ് ഫോംഡ് അറ്റ് ദ കാഥോഡ്, കാഥോഡിൽ എന്താണ് ഉരുകിയ മോൾട്ടൺ എന്നല്ല പറഞ്ഞത്, ഉരുകിയ വെള്ളി നിറത്തിലുള്ള സോഡിയം കാഥോഡിലൂടെ രൂപപ്പെടുന്നുണ്ട്. മനസ്സിലായല്ലോ. ക്വസ്റ്റ്യൻസ് നോക്കിയേ, വാട്ട് ആർ ദ അയൺസ് ഇൻ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. മോൾട്ടൺ ഉരുകിയ അവസ്ഥയിലുള്ള സോഡിയം ക്ലോറൈഡ് അയൺസ് ഏതൊക്കെയാണ്? Na+ ഉണ്ട്, അതുപോലെ തന്നെ Cl- ഉണ്ട്. മനസ്സിലായല്ലോ, ഇത് രണ്ടുമാണ് അയൺസ് ഉള്ളത്. വാട്ട് ഈസ് ദ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ദ ആനോഡ്. ആനോഡിൽ എന്ത് കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്? അല്ല, ക്ലോറിൻ എന്താണ് സംഭവിക്കുന്നത്? ക്ലോറിൻ അയൺസ് അല്ലേ, ഇല്ലേ, Cl- ആണ്. അതെന്ത് സംഭവിക്കുന്നുണ്ട്? അത് ഇലക്ട്രോൺസിന് അവിടെ എന്താണ് വിട്ടുകൊടുക്കുന്നുണ്ട്. രണ്ട് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തത് എന്ത് സംഭവിക്കുന്നുണ്ട്? അത് ഗ്യാസ് ആയിട്ട് ക്ലോറിൻ ഗ്യാസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ അല്ലേ സംഭവിക്കുന്നത്. അപ്പൊ എങ്ങനെ വരും? റിയാക്ഷൻ വരും Cl- ഇല്ലേ, Cl- ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ട് അത് എന്തായിട്ട് മാറുന്നുണ്ട്? Cl2 അത് ഗ്യാസ് ആയിട്ട് മാറുന്നുണ്ട്. Cl2 ഗ്യാസ് ആയിട്ട് മാറുന്നുണ്ട് കേട്ടോ. 2 ക്ലോറിൻ അയൺസ് ആണ് കേട്ടോ, വിട്ടുകൊടുത്തിട്ട് അതെന്തായിട്ട് മാറുന്നുണ്ട്? ക്ലോറിൻ ഗ്യാസ് ആയിട്ട് അവിടെ മാറുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പ്ലസ് 2 ഇലക്ട്രോൺ കേട്ടോ, 2 ഇലക്ട്രോൺസിനെ അവിടെ വിട്ടുകൊടുത്തിട്ടാണ് കേട്ടോ, 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ടത് ക്ലോറിൻ ഗ്യാസ് ആയിട്ട് അവിടെ മാറുകയാണ് ചെയ്യുന്നത്. ക്ലോറൈഡ് അയൺസ് ലോസ് ഇലക്ട്രോൺസ്, അതായത് ഓക്സിഡേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത നോക്കിയേ, വാട്ട് ഈസ് എ കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ദ കാഥോഡ്. കാഥോഡിൽ എന്താ സംഭവിക്കുന്നത്? റിഡക്ഷൻ ആണ് അല്ലേ, കാഥോഡ് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? സോഡിയം ഇല്ലേ, സോഡിയം അയൺസ് 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് സോഡിയം ഇല്ലേ മെറ്റലായിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ. അത് എന്നിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്ത് നിൽക്കും, ഇവിടെ അല്ലേ ഈ ഒരു ഗ്രാഫൈറ്റ് റോഡിലത് അറ്റാച്ച് ചെയ്ത് നിൽക്കും. ഓക്കെ ആണല്ലോ, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം നോക്കിയാൽ വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഒബ്റ്റൈൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. ഉരുകിയ സോഡിയം ക്ലോറൈഡിന്റെ വൈദ്യുത വിശ്ലേഷണ ഫലമായിട്ട് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാ? ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാ? ആനോഡിൽ എന്താണ് ഉണ്ടാകുന്നത്? ആനോഡിൽ ക്ലോറിൻ ഗ്യാസ് അല്ലേ, ആനോഡിൽ ക്ലോറിൻ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് കാഥോഡിൽ എന്താണ് ഉണ്ടാകുന്നത്? കാഥോഡിൽ സോഡിയം അല്ലേ, കാഥോഡിൽ സോഡിയമാണ് ഉണ്ടാകുന്നത്. അപ്പം ഉരുകിയ സോഡിയം ക്ലോറൈഡിന്റെ ഇലക്ട്രോളിസിന്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നുണ്ട്? ആനോഡിൽ ക്ലോറിനും അതുപോലെ തന്നെ കാഥോഡിൽ എന്താണ് സോഡിയം അവിടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ ആണല്ലോ, ദാറ്റ് ഈസ് ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. ഓക്കെ ആണല്ലോ. തന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത് സോഡിയം ക്ലോറൈഡിന്റെ അക്വ സൊല്യൂഷന്റെ ഇലക്ട്രോളിസിസ് ആണ്. ഇലക്ട്രോളിസിസ് ഓഫ് അക്വ സോഡിയം ക്ലോറൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആണ്, അക്വസ് ലൈൻ ആണ്. അപ്പൊ അവിടെ നടക്കുന്ന ഇലക്ട്രോളിസിസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. വൈദ്യുത വിശ്ലേഷണം, അതിനു വേണ്ടിയുള്ള സെറ്റപ്പാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ബീക്കറാണ്, ബീക്കറിൽ സോഡിയം ക്ലോറൈഡിന്റെ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. 2 ഇലക്ട്രോഡ് ഉണ്ട്, ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കാഥോഡ് ഇതാണ്, ദെൻ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ആനോഡാണ്. ക്ലിയർ ആയല്ലോ ഇത്തരം കാര്യങ്ങൾ. അപ്പൊ നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആണ് അല്ലേ. അപ്പം അവിടെ എന്തൊക്കെ അയൺസ് ആണ് ആ ഇലക്ട്രോലൈറ്റിലുള്ളത്? ഇലക്ട്രോലൈറ്റിലുള്ള അയൺസ് ഏതൊക്കെയാണുള്ളത്? നമുക്കറിയാം Na+ ഉണ്ട് അല്ലേ, Na+ ഉണ്ട്, Cl- ഉണ്ട്, അതുപോലെ തന്നെ വാട്ടറിൽ നിന്നുള്ള ഏതൊക്കെയുണ്ട്? H+ഉം അതുപോലെ തന്നെ OH- അല്ലേ, OH- അയൺസും ഉണ്ട്. നമുക്കറിയാം ആനോഡിൽ നടക്കുന്ന എന്താണ്? ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷൻ ആണ്, അത് കൃത്യമായിട്ട് അറിയാം. കാഥോഡിൽ നടക്കുന്ന എന്താണ്? റിഡക്ഷൻ ആണെന്ന് നമുക്കറിയാം. ക്ലിയർ ആയല്ലോ. അപ്പം ആനോഡിലേക്ക് ഓക്സിഡേഷൻ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ, ഓക്സിഡേഷൻ എന്ന് പറയുമ്പം എന്താണെന്ന് ആലോചിക്കുക. എന്താണ്? ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കണം ഇല്ലേ, ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കണം എന്നാണ്. നെഗറ്റീവ്ലി ചാർജ്ഡ് അയൺസ് ആയിരിക്കുമല്ലോ ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇപ്പം നെഗറ്റീവ്ലി ചാർജ്ഡ് അയൺസ് ഏതൊക്കെയാണ്? ക്ലോറിനും ഇല്ലേ, അതുപോലെ തന്നെ ക്ലോറൈഡ് അയണും, അതുപോലെ തന്നെ ഹൈഡ്രോക്സൈഡ് ഇല്ലേ, ഹൈഡ്രോക്സൈഡ് അയണുമാണ് നമുക്കിവിടെ ഉള്ളത്. മനസ്സിലായല്ലോ. അപ്പൊ അതിലെ കൂടുതൽ ചാൻസ് ഓക്സിഡേഷൻ നടക്കാൻ ചാൻസ് ആർക്കാണ്? ക്ലോറിനാണ് ഇല്ലേ. അപ്പം ക്ലോറൈഡ് അയൺ ആണ് അവിടെ ചാൻസ് കൂടുതൽ. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ക്ലോറൈഡ് അയൺ അല്ലേ ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്, അത് ക്ലോറിൻ ഗ്യാസ് ആയിട്ട് മാറുവാണ് ചെയ്യുന്നത്. 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ട് കേട്ടോ, ക്ലോറിൻ ഗ്യാസ് ആയിട്ട് മാറും.
ക്ലിയർ ആയല്ലോ? അത് എന്നിട്ട് എങ്ങോട്ട് പോകും? ആനോഡിലേക്കാണ് പോകുന്നത്. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള അയൺസ് എങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ആണുള്ളത്? കാഥോഡിലേക്ക് മൂവ് ചെയ്യും. കാഥോഡിൽ അവിടെ എന്താണ് നടക്കുന്നത്? റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്, ഇല്ലേ? റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യണം, അല്ലേ? അപ്പം ഇവിടെ നോക്കിയാൽ അക്സെപ്റ്റ് ചെയ്യണം. ഇവിടുത്തെ രണ്ട് പോസിറ്റീവ് അയൺസ് ഏതൊക്കെയാണ്? ഇതാണ്, ഇത് രണ്ടെണ്ണം സോഡിയവും H+ അയൺസും ആണുള്ളത്, അതായത് വാട്ടർ എന്ന് പറയാം. അപ്പൊ Na+ഉം അതുപോലെ തന്നെ H2O തന്മാത്രമാണ് അവിടെ ഉള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പം Na+ന് ഒരിക്കലും എന്താ റിഡക്ഷൻ സംഭവിക്കില്ല. കാരണം റിയാക്ടിവിറ്റി സീരീസിൽ ഓക്സിഡേഷൻ ടെൻഡൻസി കൂടുതലുള്ള ആർക്കാണ്? സോഡിയത്തിനാണ്, ഇല്ല? അപ്പൊ പിന്നെ റിഡക്ഷൻ സംഭവിക്കാൻ ചാൻസ് ഉള്ള ആർക്കാണ്? വാട്ടറിനാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്, ഇല്ല? അപ്പൊ വാട്ടർ എന്ത് സംഭവിക്കുന്നു? H2O, ഇല്ലേ? 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യും, അല്ലേ? അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? ഹൈഡ്രജൻ ഗ്യാസ്, ഇല്ലേ? ഹൈഡ്രജൻ ഗ്യാസും അതുപോലെ തന്നെ റിയാക്ഷൻ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് മാറും, അത് ഇങ്ങോട്ട് കാഥോഡിലേക്ക് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു പിങ്ക് കളർ കാണുന്നുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു ഫിനോഫ്തലിൻ എന്ന് വെച്ചൊരു ഇൻഡിക്കേറ്റർ ഇതിലേക്ക് ആഡ് ചെയ്യും. അത് ഇതിൻ്റെ ഈ എന്താണ് സൊല്യൂഷൻ ഉണ്ടല്ലോ, ഇവിടുത്തെ ഈ സൊല്യൂഷൻ്റെ നേച്ചർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫിനോഫ്തലിൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ സൊല്യൂഷൻ എന്താണ് സംഭവിക്കുന്നത്? Cl പോയി, ഇല്ലേ? Cl ഇങ്ങോട്ട് പോയി, Cl- ഇങ്ങോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വാട്ടറിന്റെ കേസിൽ H, ഇല്ലേ? ഇത് ഇങ്ങോട്ടും പോകുന്നുണ്ട്, H+ അയൺസ് അങ്ങോട്ടുമാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും പോയി. പിന്നെ മിക്സ് ഏതാണുള്ളത്? ഇത് Na+ഉം OH-ഉം, അതായത് NaOH ആണ് അവിടെ ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ? അവിടുത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. പിന്നെ അവിടെ ഉണ്ടാകുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ആൽക്കലി അല്ലെങ്കിൽ ബേസ് അല്ലേ? മനസ്സിലാവുന്നതാണ്, ബേസ് ആണ്. അപ്പം ആ ബേസിക് നേച്ചർ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു ഫിനോഫ്തലിൻ ആഡ് ചെയ്യും. അപ്പോൾ ഒരു പിങ്ക് കളറാവും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ എന്താ നോക്കിയാൽ കാഥോഡിൽ നടക്കുന്ന ഏതാണ്? കാഥോഡിൽ നടക്കുന്ന പ്രത്യേക ഓർത്താണ്. കാഥോഡിൽ നടക്കുന്ന ഏതാണ്? റിഡക്ഷൻ ആണ് കേട്ടോ. കാഥോഡിൽ നടക്കുന്ന റിഡക്ഷൻ ആണ്, അത് ഓർത്തോണം. ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷൻ ആണ്. ആ രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇത് അവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കാം. അറ്റ് ദ ആനോഡ് ക്ലോറൈഡ് അയൺസ് ആർ ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ് ടു ക്ലോറിൻ ഗ്യാസ് ആയിട്ട് മാറുന്നുണ്ട്, ഇല്ലേ? അപ്പൊ അതിന്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ്? 2Cl- ഗീവ്സ് Cl2, ഇല്ലേ? 2 ഇലക്ട്രോൺസിന് അവിടെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ദ റിയാക്ടിവിറ്റി സീരീസ് വിച്ച് ഹാസ് ഗ്രേറ്റർ ഓക്സിഡൈസിങ് ടെൻഡൻസി. സോഡിയത്തിനാണോ ഹൈഡ്രജൻ ആണോ? സോഡിയത്തിനാണ് ഗ്രേറ്റർ ഓക്സിഡൈസിങ് ടെൻഡൻസി ഉള്ളത്. If so, which of the following is getting reduced at the കാഥോഡ്? അപ്പോൾ ഓക്സിഡേഷൻ ടെൻഡൻസി ഉള്ളത് സോഡിയത്തിനാണ്. അപ്പം റെഡ്യൂസിങ് ടെൻഡൻസി ഉള്ളത് ആർക്കാണ്? H2O ആണല്ലോ, വാട്ടറിനാണ് റെഡ്യൂസിങ് ടെൻഡൻസി ഉള്ളത്. At the cathode, H2O molecules are reduced to produce H+ ions and OH- ions. കണ്ടില്ലേ? നമ്മൾ കണ്ടതല്ലേ? ഇങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്. As a result of the process taking place in the cell, gases, ഏതൊക്കെ ഗ്യാസസ് ആണ്? ഹൈഡ്രജനും, ഇല്ലേ? ക്ലോറിൻ, ഇല്ല? അത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അക്വസ് സൊല്യൂഷൻ ഓഫ് NaOH അവിടെ ഫോം ചെയ്യുന്നുണ്ട്. NaOHന്റെ ഒരു ജലീയ ലായനി അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അക്വസ് സൊല്യൂഷൻ നമുക്ക് ഇവാപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള NaOH ആക്കി മാറ്റാന്നാണ് പറയുന്നത് കേട്ടോ. കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എഴുതിയിട്ടുണ്ട്. അവിടുത്തെ പ്രൊഡക്റ്റ് ക്ലോറിൻ ഗ്യാസ് ആണ് ഉണ്ടാകുന്നത്. കാഥോഡിൽ എന്താണ്? ഹൈഡ്രജൻ ഗ്യാസുമാണ് ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? അപ്പം അക്വസ് ആയിട്ടുള്ള, അതാണ് മനസ്സിലാക്കേണ്ടത്, അക്വസ് ആയിട്ടുള്ള സൊല്യൂഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഗ്യാസ് ആണ്. കണ്ടില്ലേ? നമ്മൾ പഠിച്ച എന്താണ്? ഇലക്ട്രോലൈറ്റിക് സെല്ലിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു വന്നില്ല. ഇലക്ട്രോലൈറ്റിക് സെല്ലിനെ കുറിച്ചാണ് പഠിച്ചു വന്നത്. നമുക്കറിയാം ഇലക്ട്രോലൈറ്റിക് സെല്ല് എന്ന് പറയുമ്പോൾ എന്താണ്? ഇലക്ട്രിക് എനർജീനെ കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ്. ഇലക്ട്രിക് എനർജി ഉപയോഗിച്ച് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. അവിടെ നമ്മൾ മോൾട്ടൺ സ്റ്റേറ്റ്, ഇല്ലേ? മോൾട്ടൺ സ്റ്റേറ്റിൽ എടുത്തപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഉണ്ടായത്? ഒരു മെറ്റൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ലേ? മെറ്റൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കണ്ടായിരുന്നു സോഡിയം, ഇല്ല? സോഡിയം ക്ലോറൈഡ് ആകുമ്പോൾ സോഡിയം മെറ്റലും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലോറിൻ ഗ്യാസ് നമ്മൾ പറഞ്ഞു, ഇല്ലേ? ഇനി അക്വസ്, ഇനി എന്താണ്? അക്വസിന്റെ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അക്വസ് സൊല്യൂഷൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ രണ്ടും ഉണ്ടായത് ഏതാണ്? ഗ്യാസ് ആണ്. അതായത് ക്ലോറിൻ ഗ്യാസും അതുപോലെ തന്നെ ഹൈഡ്രജൻ ഗ്യാസും ആണ് ഉണ്ടായത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഏതാണ് നമ്മൾ അവിടെ എടുത്തത്? സൊല്യൂഷൻ ഏതാണ്? NaClന്റെ സൊല്യൂഷൻ എടുത്തപ്പോൾ ഇതിങ്ങനെയാണ് ഗ്യാസസ് ആണ് അവിടെ ഉണ്ടായത് അക്വസ് സൊല്യൂഷൻ ആകുമ്പോൾ. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് ദ ഇലക്ട്രോളിസിസ്. അതായത് സോഡിയം ക്ലോറൈഡിന്റെ ഇലക്ട്രോളിസിസ് ആണ് നമ്മൾ കണ്ടത്. രണ്ട് സ്റ്റേറ്റിലുള്ള മോൾട്ടൺ സ്റ്റേറ്റും അതുപോലെ തന്നെ അക്വസ് സ്റ്റേറ്റും. അപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇലക്ട്രോലൈറ്റിക് സെല്ലിനെ കുറിച്ചാണ് കണ്ടത്. അതിൽ ഇലക്ട്രോളിസിസ് എന്താണെന്ന് മനസ്സിലാക്കി, ഇലക്ട്രോലൈറ്റ് എന്താണെന്ന് മനസ്സിലാക്കി. പിന്നെ ഇലക്ട്രോളിസിസ് ഇത് മോൾട്ടൺ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴും അതുപോലെ തന്നെ അക്വസ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ അക്വസ് സൊല്യൂഷൻ ആയിരിക്കുമ്പോൾ ഉള്ള ഇലക്ട്രോളിസിസ് കണ്ടു. കാര്യങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ.
ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. ഫ്രണ്ട്സിലേക്ക് മാക്സിമം വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ബാക്കി പോർഷനുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.